ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന 5 കാര്യങ്ങൾ നോക്കാം. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന് ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. എല്ലാ കണ്ണുകളും രാജ്യ തലസ്ഥാനത്തേക്കാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെ ഈ ബജറ്റിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നറിയാൻ കൂടി കാത്തിരിക്കുകയാണ് ജനം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും ആ പ്രതീക്ഷ ഉണ്ട്. രാജ്യത്തെ പൗരന്മാരെ ശാക്തീകരിക്കാൻ ഉതകുന്ന പരിഷ്കാരങ്ങൾ ധനമന്ത്രി കൊണ്ടുവരുമെന്ന പ്രതീക്ഷ ഈ വർഷത്തെ ബജറ്റിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുന്നു. പൊതുജനം പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. എപ്പോഴത്തെയും പോലെ നികുതി പരിഷ്കാരങ്ങൾ ഇത്തവണയും പ്രതീക്ഷിക്കാം. നികുതി അടയ്ക്കുന്നതും ഇതുമായി സംബന്ധിച്ച എല്ലാ പ്രക്രിയകളും ലളിതമാക്കുമെന്നാണ് സാമ്പത്തിക ലോകത്തിന്റെ പ്രതീക്ഷ. വ്യക്തികൾക്കും അതുപോലെ ചെറുകിട വൻകിട ബിസിനസ്സുകൾക്കും കൂടാതെ പ്രവാസികൾക്കുമുള്ള നികുതി പ്രക്രിയകൾ സർക്കാർ ലഘൂകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒപ്പം നികുതി ഘടനയിൽ മാറ്റമുണ്ടോ എന്നും ഫെബ്രുവരി 1-ന് അറിയാം. രണ്ടാമതായി പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം GST ലളിതമാക്കലാണ്. ബിസിനസ്സുകൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതായത് MSMEകൾക്കും GST സ്ലാബുകൾ പരിഷ്കരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വേഗത്തിലുള്ള റീഫണ്ടുകളും പ്രതീക്ഷിക്കാം. GST സംവിധാനം ലളിതമാകുന്നതിലൂടെ വ്യവസായ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് പ്രോത്സാഹനം നൽകുകയും സംരംഭകരെ രക്ഷിക്കാനും സാധിക്കും. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭവന വായ്പയിലെ പലിശയിലെ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതും കാത്തിരിക്കുകയാണ്. വായ്പയെടുത്തവർക്ക് ഉയർന്ന പലിശ നിരക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കും എന്നാണ് ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ മെട്രോ നഗരങ്ങളിൽ ഉൾപ്പെടെ വീടുകളുടെ വില കുതിച്ചുയരുന്നുണ്ട്. അതിനാൽ ഉയർന്ന ഇളവുകൾ വേണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയരുന്നുമുണ്ട്. പഴയ നികുതി വ്യവസ്ഥയിലെ സെക്ഷൻ 80C 24B പ്രകാരം നിലവിലുള്ള നികുതി കിഴിവുകൾ അപര്യാപ്തമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൂലധന നേട്ട നികുതി എന്താകുമെന്നതും ബജറ്റിൽ അറിയാൻ സാധിക്കും. ഇക്വിറ്റികളിലും റിയൽ എസ്റ്റേറ്റുകളിലുമുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൂലധന നേട്ട നികുതി നിയമങ്ങൾ ലളിതമാക്കേണ്ടതുണ്ട്. ഏകീകൃതമായ നികുതി നിരക്കുകൾ വരുന്നതിലൂടെ ആശയക്കുഴപ്പം കുറയ്ക്കാനും കൂടുതൽ നിക്ഷേപകരെ മേഖലയിലേക്ക് ആകർഷിക്കാനും സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ക്രിപ്റ്റോ കറൻസിയിലെ നികുതിയാണ്. അതിലൊരു വ്യക്തത രാജ്യത്തില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ ബജറ്റിലൂടെ വ്യക്തത വരുത്താനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമായ നിയമങ്ങൾക്കും നികുതികൾക്കും വേണ്ടി ക്രിപ്റ്റോ മേഖലയും കാത്തിരിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.